ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കായ പിരളൻ ആണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഒരു 1.5 തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് പെരട്ട് തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 കിലോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 10-15 പച്ചമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കഴിക്കാം.
ഏകദേശം 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കിലോ ഏത്തക്കായ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫും കായയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ വറ്റി നന്നായി തിരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് കായപ്പിരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.